ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് വാശി പിടിച്ചോണ്ടാ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു രാജീവേ. ആ ഡ്രൈവറുമായിട്ട് മോൾക്ക് ഇത്രയ്ക്ക് അറ്റാച്ച്മെന്റ് വരാൻ എന്താ കാരണം? അവന്റെ മോള് ചിപ്പിമോളുടെ കൂട്ടുകാരിയാ. ആ നിലയ്ക്കാ അവര് തമ്മിലുള്ള പരിചയം. പിന്നെ കുട്ടികളെയും കൊണ്ട് എന്നും അവൻ സ്കൂളിൽ ചെല്ലുമല്ലോ. 10 വയസ്സുള്ളൊരു കുട്ടിയെ പാട്ടിലാക്കാനാണോ പ്രയാസം? പക്ഷെ ഇത് സഹിക്കാവുന്നതിന്റെ പരമാവധിയാ. എന്റെ മോളെ അവൻ എനിക്കെതിരെ തിരിച്ചു കഴിഞ്ഞു. എനിക്കിത് വളരെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. സ്കൂളിലെ പ്രശ്നങ്ങളൊക്കെ ഞാനും അറിഞ്ഞു. പക്ഷെ എന്നാലും മേഡത്തിനോട് പിണങ്ങി നേരെ മോള് അവന്റെ വീട്ടിലേക്ക് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തെങ്കിലും സാഹചര്യത്തിൽ കുട്ടിയെ വിളിച്ചോണ്ട് പോയിരുന്നെങ്കിൽ പോലും നമുക്ക് കേസെടുക്കുന്നതിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. മോള് തീരുമാനിച്ചുറപ്പിച്ച് അവന്റെ വീട്ടിലേക്ക് പോയതല്ലേ. അപ്പോ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. അവര് തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ശക്തമാണെന്ന്. ഇനിയൊരിക്കലും എന്റെ മോളുടെ മനസ്സിൽ എനിക്ക് ആ പഴയ സ്ഥാനവും സ്നേഹവും കിട്ടില്ല. ഇപ്പോ അവക്ക് ഞാൻ ശത്രുവാ. ഇത്രയും നാള് വളർത്തി വലുതാക്കിയതിന്റെ പ്രതിഫലം. ഞാൻ ആലോചിക്കുന്നത് അതല്ല മേഡം. അവന് മേഡത്തിനോട് എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ കുട്ടിയെ മുൻനിർത്തി അവൻ ഇങ്ങനെ ഒരു കളിക്ക് ധൈര്യപ്പെടില്ലല്ലോ. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. മേഡം ഒരു നയത്തിൽ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഇന്നത്തെ കാലത്ത് കുട്ടിയെ ഒരു വടിയെടുത്ത് തല്ലാൻ പോലും പറ്റില്ല. ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം നമ്മുടെ പേരിൽ കേസെടുക്കാം. ഈ കഴിഞ്ഞ ആഴ്ച എന്റെ സ്റ്റേഷനിൽ ഒരു കേസ് വന്നു. വഴക്കിട്ടപ്പോ അമ്മ നഖം കൊണ്ട് മകനെ ഒന്ന് മാന്തിയതാ. 5 ദിവസമാണ് ആ അമ്മ ജയിലിൽ കിടന്നത്. കേസിൽ പ്രതിയാവാനും ജയിലിൽ കിടക്കാനൊന്നും എനിക്കൊരു മടിയില്ല, പേടിയില്ല. പക്ഷേ എന്റെ മോള്, അവളാ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത്. അവളെ എന്നീന്ന് തട്ടി അകറ്റാൻ അവൻ ശ്രമിച്ചത്. അതിനവനും കുടുംബത്തിനും മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അമ്മാവന്റെ കേസിൽ നമ്മൾ അവനെ പൂട്ടാൻ നോക്കിയതിന്റെ പ്രതികാരമായിരിക്കും. അവന്റെ പ്രതികാരവും പുറപ്പാടും ഒക്കെ എന്തിനാന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ടാ അവനിപ്പോ എന്റെ മോളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്നോട് കളിക്കാൻ തുടങ്ങുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ മനസ്സിലെ ഒരു സംശയം ക്ലാരിഫൈ ചെയ്യാനാ. ചോദിക്ക. ഒരു കേസിന്റെ ഡീറ്റെയിൽസ് കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഒരു ക്രൈം സീനിൽ ചെന്ന് നിൽക്കുമ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചില സൂചനകൾ കിട്ടും. അതൊരിക്കലും തെറ്റില്ല. പക്ഷേ അമ്മാവന്റെ കേസില് അവനെ പ്രതിയാക്കണമെന്ന് മേഡം പറഞ്ഞതിന് പിന്നിൽ എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. കാരണങ്ങളൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തിയത്. അല്ലെങ്കിൽ തന്നെ ഒരു കാരണവും ഇല്ലാതെ ഞാനൊന്നും ചെയ്യില്ല എന്ന് രാജീവിന് അറിയാലോ.